ഹലോ, കുട്ടൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്ന് എന്തിനാണോ ഞാൻ കുറച്ച് മാങ്ങ, പഴുത്ത മാങ്ങയാണ് കണ്ടോ, ദേ പഴുത്ത മാങ്ങ. ഇത് ഞാൻ ഉപ്പിനകത്തിടാൻ പോവുക. ഇത് കഴുകി വൃത്തിയാക്കി തുടച്ച് ശകലം പോലും വെള്ളമായി ഇല്ലാതെ കൊണ്ട് വെച്ചിരിക്കുക. അപ്പം അത് നമുക്ക് ഇതിനകത്തിട്ട് കൊടുക്കാം. ഇത് വെള്ളം തിളപ്പിച്ച് ആർച്ച് വെച്ചിരിക്കുക. ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ട്, പോരാങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ മാങ്ങ പെറുക്കുന്ന ആദ്യം മാങ്ങ പെറുക്കി വന്നിട്ട് കുറച്ച് ഉപ്പ് ഇടണം. കുറച്ച് ഉപ്പിട്ട് വെള്ളത്തിന് കുറച്ച് ഉപ്പിട്ടതാണ്. അപ്പോൾ ഇനി കുറച്ചുകൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ പോരാന്ന് തോന്നുന്നുണ്ട്. കല്ലുപ്പാട്ട് അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ അത്യാവശ്യം പുളിയുണ്ട്, മധുരമുണ്ട്. അപ്പോൾ ഇത് ഉപ്പിനകത്തിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. കറി വെക്കാതെ ചോറിൻ്റെ കൂടെ നമുക്ക് ഞെരടി കഴിക്കാം. നല്ല സാധുള്ള മാങ്ങ. വെള്ളം കുറച്ച് ഒഴിക്കണം. കുറച്ച് ഇത് നിറച്ച് കാണുമെന്നാണ് വിചാരിച്ചത്. അപ്പം നിറഞ്ഞിട്ടില്ല. നമുക്കിവിടെ മാങ്ങ ഇല്ല. ഒരു ചെറിയ മാങ്ങ അതിനകത്ത് അത്യാവശ്യം കുറച്ച് മാങ്ങ ഉണ്ടായിട്ടുള്ളൂ. ഇത് നമുക്ക് അടുത്തുനിന്ന് തന്ന മാങ്ങയായത്. ഇത് ഇവിടെ പഴുത്ത മാങ്ങയും പച്ചമാങ്ങ എല്ലാം ഉപ്പിലിടാറുണ്ട്, കണ്ണിമാങ്ങ ഇടാറുണ്ട്. ഞങ്ങളില്ല, ഞങ്ങളൊന്നും നടന്നിട്ടില്ല. അതവിടുന്ന് കിട്ടിയ മാങ്ങയാണ്. ഇത് ഒരാൾ തന്ന മാങ്ങയാണ്. അപ്പം അത് നമുക്കിനി ഇതിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടെ വേണം. ആ വെള്ളം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. ഇതും തിളപ്പിച്ച് ആർച്ച വെള്ളം. അപ്പം അതിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിക്കുക. ശകലം ഉപ്പ് കൊടുത്ത് കൊടുക്കാം. ഒരുപാട് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒഴിച്ച വെള്ളം ഉപ്പില്ലാത്തതല്ലായിരുന്നു. ആദ്യം ഒഴിച്ച വെള്ളത്തിന് ഉപ്പ് വെക്കണം. അപ്പം കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കാം. അപ്പം വിനാഗിരി ഒഴിച്ച് കൊടുത്ത് ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇതിനകത്ത് ഇനിയും 5-8 മാങ്ങ കൂടെ വീഴും. പക്ഷെ അത്രയേ ഉള്ളായിരുന്നു. അപ്പം അത് നമുക്ക് എടുക്കാത്ത വെക്കാം. അപ്പം ഇത് ഞാൻ കുറച്ച് മാങ്ങ പൂളി വെച്ചിരിക്കും. പഴുത്ത മാങ്ങ അത് ഇതായി നമുക്കിങ്ങനെ അത് ആ വെള്ളത്തിന് ഉപ്പുള്ളതാണ്. അല്ല, ഇത് ഉപ്പിടാത്ത വെള്ളം. ഇത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒത്തിരി വേണ്ട. ഇടയ്ക്ക് ഒന്ന് കുലുക്കി കൊടുക്കുമ്പോൾ അത് കലങ്ങിക്കൊള്ളും. അപ്പം അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതാണ് ചോറുണ്ണാനും. ഇതിനകത്ത് ഞാൻ കാന്താരി ഇടുന്നുണ്ട്, ശകലം കായം ചേർക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇട്ട് വെച്ചിരുന്ന ചോറുണ്ണാനൊക്കെ എടുക്കാൻ നല്ലതാണ്, ചീത്തയാകത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഇട്ടത് 1 വർഷം കഴിഞ്ഞിട്ടും
ചീത്തയായില്ല, 1 വർഷം വരെയും കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതത്ര ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കൂടെ. ഇത്രയും കാന്താരിയുണ്ട്, ഇത്രയും കാന്താരിയുണ്ട്. അതും കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. കായം കുറച്ച്. ഇതിനടക്കുന്നത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്ര ഇട്ട് ഇതും എടുത്ത് നിറച്ച് കാണുമെന്ന് വിചാരിച്ച, പക്ഷെ നിറച്ചില്ല. ഇതിനകത്ത് കായം, വിനാഗിരി, കാന്താരി ഇത്രയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിരിക്കട്ടെ. അപ്പോൾ എല്ലാം കൂടെ